ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാജുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത നിരാശയോടെ ഇരുന്ന ഋതിക രാജുവിനെ എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനെന്താണ് പോംവഴിയെന്ന് തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശേഖർ ഒരു ഫയലുമായി ഡ്രൈവറുടെ അരികിലേക്ക് എത്തുകയും ഡ്രൈവറോട് ഉടനെ തന്നെ ഇത് രാജുവിന്റെ വീട്ടിൽ ചെന്ന് രാജുവിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും ഇവിടെ നിന്ന് ഏട്ടൻ കുറെ തവണയായി രാജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇത് കൊടുത്തുവിടുന്നത് എന്നും പ്രത്യേകം രാജുവിനോട് പറയണമെന്നും ശേഖർ പറഞ്ഞേൽപ്പിച്ചു. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അപ്പുവും ഋതികയും ഇത് തന്നെയാണ് പറ്റിയ തക്കമെന്ന് ഋതിക തീരുമാനിച്ചു. ഉടനെ തന്നെ ഡ്രൈവർ ആ ഫയലും വാങ്ങിച്ച് കാറിനരികിലേക്ക് പോയതും ഋതിക അപ്പുവിനോട് പറഞ്ഞു, അപ്പു ഞാനിപ്പോ രാജുവിന്റെ വീട് വരെ പോവാ. എന്തായാലും രാജുവിനോട് ഇക്കാര്യം നേരത്തെ അറിയിക്കണം. ഇല്ലെങ്കിൽ ദീപക് എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ രാജു അത് അറിയാതെ പോകും. ദീപകിന്റെ കെണിയിലക അതുകൊണ്ട് തന്നെ രാജുവിനെ എങ്ങനെയും അതിൽ നിന്ന് രക്ഷിക്കണം. അതിന് ഇതല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും ഞാൻ ഉടനെ തന്നെ രാജുവിന്റെ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഋതിക അപ്പുവിനോട് കാര്യം പറഞ്ഞ് വേഗം കാറിനരികിലേക്ക് പോകുന്നു. അപ്പോഴാണ് ദീപക് റൂമിലിരുന്നിട്ടും വയറിന് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത് കൊണ്ട് വയറ് എരിഞ്ഞിട്ട് വയ്യാത്തതിനാൽ ബാൽക്കണിയിലേക്ക് വന്ന് നിൽക്കുന്നത്. അല്പനേരം നിന്നാലെങ്കിലോ വയറിന്റെ വേദന മാറുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന ദീപക് എത്ര ശ്രമിച്ചിട്ടും വയറിനെല്ലാം തടവി നോക്കിയിട്ട് വന്നും വയറിന്റെ വേദന മാറുന്നില്ല. ആകെ നിരാശയോടെ അതിലെ നടക്കുകയാണ് ദീപക്. അപ്പോഴാണ് ഋതിക വേഗം കാറിനെ ഡിക്കി തുറന്ന് ഡിക്കിയിലേക്ക് പതിയെ കയറിയത്. ഡിക്കിയുടെ ഡോർ അടച്ചതും ആ ശബ്ദം കേട്ട് ദീപക് താഴേക്ക് നോക്കി. അപ്പോഴേക്കും ഋതികയുടെ ഡ്രസ്സിന്റെ ആ ഷോള് കുറച്ച് ആ ഡിക്കിയുടെ താഴെയായി കിടക്കുകയും പതുക്കെ ഋതിക അത് വലിച്ചകത്തേക്ക് കയറ്റുന്നതും ദീപക് കാണാനിടയായി. ഷോള് മാത്രം കണ്ടതുകൊണ്ട് ആകെ സംശയമായി ദീപകിന്. അത് ഋതിക തന്നെയാണോ, ഋതികയുടെ ഷോൾ ആണോ അത് എന്ന് സംശയത്തോടെ ആലോചിച്ചുകൊണ്ട് ദീപക് നിന്നും. അതിനുശേഷം ദീപക് നേരെ തൻ്റെ റൂമിലേക്ക് പോയി. ഈ സമയത്ത് രുക്മിണിയും മകനും ഭർത്താവും കൂടി ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിന് അരികിലേക്ക് എത്തി. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പെട്ടെന്ന് അവിടേക്ക് എത്തിയ രാജുവിൻ്റെ വീട്ടിൽ ഇപ്പോഴും കറണ്ട് ഇല്ലാതിരുന്നിട്ടും ഇവിടെ മാത്രം കരണ്ട് വെച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ രമ്യ ഉടനെ തന്നെ ഫ്യൂസ് ഊരുന്നു. ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ പെട്ടെന്ന് കരണ്ട് പോയതോടെ അതെന്തായിരിക്കുമെന്ന് മോഹൻ അന്വേഷിച്ചു. അപ്പോഴേക്കും അവിടേക്ക് രമ്യ എത്തിയിട്ട് പറഞ്ഞു, അതെ, എല്ലായിടത്തും കരണ്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കണം മോനെ എന്ന് രുക്മിണി മകനോട് അറിയിച്ചു. വേഗം പുറത്തു പോയ മകൻ വന്ന് പറഞ്ഞു, എല്ലാ വീട്ടിലും ഉണ്ടമ്മേ, നമുക്ക് മാത്രമേ ഇല്ലാത്തത്. അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തി രമ്യ ചോദിച്ചു, അതെ നീ ഇപ്പൊ പറഞ്ഞ എന്താ, എല്ലാ വീട്ടിലും ഉണ്ട്, നമുക്ക് മാത്രം ഇല്ല എന്ന് അല്ലേ? അപ്പോഴേക്കും വേഗം മോഹൻ പറഞ്ഞു, എന്തായാലും ഒന്ന് ഫോൺ വിളിച്ച് പറ ആ KSEBിലേക്ക് കറണ്ട് ഇല്ലാത്തതിന്റെ കാരണം എന്താന്ന് അവർ പറയും എന്ന് പറഞ്ഞതും രമ്യ പറഞ്ഞു, ആരെയും വിളിച്ച് ചോദിക്കൊന്നും വേണ്ട, ഫ്യൂസ് ഞാൻ ഊരിയെടുത്തതാ. അത് കേട്ടതോടെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ മോഹൻ നോക്കിയതും പെട്ടെന്ന് രമ്യ പറഞ്ഞു, അതെ ഇന്നിവിടെ ആരും ഫ്യൂസ് ലൈറ്റിന്റെ വെട്ടത്തിൽ ആരും കഴിക്കണ്ട. കാരണം അപ്പുറത്തെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെന്നല്ലേ ഇപ്പൊ ഇവൻ പറഞ്ഞത്. ഒന്നുകൂടി നീ പോയി നോക്കിക്കേടാ അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചതും എല്ലാവരും ആകെ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും ഉടനെ തന്നെ രമ്യ പറഞ്ഞു, അതെ, പുറത്തെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞതല്ല, അവിടെ ഒരാളുടെ വീട്ടിൽ മാത്രമില്ല, രാജുവിന്റെ വീട്ടിൽ. അവിടെ അവരും ഇപ്പോൾ കറണ്ട് ഇല്ലാതെയാണ് ഇരിക്കുന്നത് എന്നറിയിച്ചു. ഉടനെ തന്നെ മോഹൻ റുക്കുവിനെ നോക്കിയിട്ട് ചോദിച്ചു, റുക്കു നീ എന്തേലും പണി ഒപ്പിച്ചോ, അവിടുത്തെ ഫ്യൂസ് ഊരിയോ എന്ന് ചോദിച്ചതും ആ ഊരി എന്ന് റുക്കു മറുപടി നൽകി. അത് കേട്ട് മോഹൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യമായി രാജുവിന്റെ വീട്ടിലേക്ക് കാർ വന്നത്. ഉടനെ തന്നെ കാറ് വന്ന് നിർത്തിയതും ഡ്രൈവർ വണ്ടിയിൽ നിന്നിറങ്ങി ഫയലുമായി വേഗം രാജുവിന്റെ വീട്ടിലേക്ക് കയറി ചെന്നു. രാജുവിനെ വിളിച്ചതും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് രാജു പറഞ്ഞു, എന്നെ സാർ ഇപ്പോൾ വിളിച്ചിരുന്നു, എനിക്ക് ഇപ്പോൾ തന്നെ ഫയൽ എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നത് കൊണ്ടാണ് സാർ ആദ്യം വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. എന്തായാലും താങ്ക്സ്, ഞാൻ ഇപ്പോൾ തന്നെ സാറിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഡ്രൈവറോട് നന്ദി പറയുമ്പോൾ അതിനിടയിൽ ഋതിക വേഗം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ആ ഗേറ്റിനരികിലായി മാറുന്നു. ഡ്രൈവർ വണ്ടിയും എടുത്തോണ്ട് പോയി കഴിഞ്ഞത് ഋതിക വേഗം രാജു എന്ന് വിളിച്ച് മുന്നിലേക്ക് വന്നത്. ഉടനെ തന്നെ രാജു ഋതികയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്താ മേഡം എന്താ ഈ സമയത്ത് ഇവിടേക്ക് വന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ ഋതിക പറഞ്ഞു, ഒരു അത്യാവശ്യ കാര്യം രാജുവിനോട് പറയാനാണ് ഞാൻ വന്നത്. ഞാൻ കുറെ തവണ രാജുവിന്റെ ഫോണിൽ വിളിക്കാനായി ശ്രമിച്ചു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, എൻ്റെ ഫോണിലെ ചാർജ് തീർന്നിരുന്നു, വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ ഓർത്താ ഞാൻ വിചാരിച്ചത്, പക്ഷേ വീട്ടിൽ വന്നപ്പോൾ കറണ്ടും ഇല്ലാതായിപ്പോയി, അതാ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയത്. അല്ല എന്താ മേഡം, എന്താ ആവശ്യം എന്ന് ചോദിച്ചങ്ങനെ നിൽക്കുമ്പോൾ
പെട്ടെന്ന് രാജുവിനെ അന്വേഷിച്ച് മൊബൈൽ വെളിച്ചത്തിൽ പുറത്തേക്ക് രാധമ്മ ഇറങ്ങി വന്നു. രാധമ്മ മുറ്റത്തേക്ക് വന്നതും അവിടെ നിൽക്കുന്ന ഋതികയെ കണ്ടതോടെ ആഹാ ഇതാരാ ഋതിക മേഡോ എന്ന് ചോദിച്ച് രാധമ്മ അരികിലേക്ക് എത്തി. ഈ സമയത്ത് രമ്യയുടെ ആവശ്യം അത് ന്യായമാണെന്ന് മനസ്സിലാക്കി മോഹൻ എന്തായാലും ഫ്യൂസ് ഉടനെ തന്നെ രാജുവിന്റെ വീട്ടിലെ ആ ഫ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കാത്ത പക്ഷം ഈ വീട്ടിൽ ആരും വെട്ടം കണ്ട് ഇരിക്കില്ല എന്നായിരുന്നു രമ്യയുടെ വാദം. അത് കേട്ടതിന് ശേഷം രുക്മിണിയമ്മ അകത്തേക്ക് പോയി. അപ്പോഴേക്കും മോഹൻ ചോദിച്ചു, എൻ്റെ മോളെ നിന്നെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് രമ്യയുടെ ആങ്ങള അവിടെ ശ്രീലക്ഷ്മിയെക്കുറിച്ചും ആലോചിച്ചു. പാവം ശ്രീ ഇപ്പോഴും ആകെ ഇരുട്ടിലിരിക്കുമായിരിക്കും എന്നാലോചിച്ച് വിഷമത്തോടെ അങ്ങനെ രുക്മിണിയുടെ മകൻ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും രുക്മിണി വേഗം ആ ഫ്യൂസുമായിട്ട് അവിടേക്ക് എത്തി. ദാ ഇനി രാജുവിൻ്റെ വീട്ടിൽ കറണ്ടില്ല എന്ന് വെച്ച് ഇവിടെ കറണ്ടിൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ട, എന്നാ ഇതുകൊണ്ടുപോയി കുത്തിക്കൊടുത്തു എന്ന് പറഞ്ഞതും ഉടനെ രമ്യ പറഞ്ഞു, ശരി, ഇനി എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, വാടക തന്നില്ല, കറണ്ടിൻ്റെ ഫീസ് അടച്ചില്ല, കറണ്ട് ചാർജ് തന്നില്ല, അതുപോലെ തന്നെ മോട്ടറിൻ്റെ വേറെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ അതിൻ്റെ പ്രത്യാഘാതം ഇതിനേക്കാളും രൂക്ഷമായിരിക്കും, മനസ്സിലായോ എന്ന് പറഞ്ഞതും ഓ മനസ്സിലായേ എന്ന് മോഹൻ രേഷ്മയോട് പറഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ രുക്മിണി മകളുടെ മുന്നിൽ നാണം കെട്ടതിൻ്റെയും അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നതിൻ്റെയും ദേഷ്യത്തിൽ രുക്മിണി അങ്ങനെ നിന്നു. അപ്പോഴാണ് രാധമ്മ ഋതിക വീട്ടിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിൽ അകത്തുള്ള തൻ്റെ മക്കളെ രണ്ടുപേരെയും വിളിച്ചത്. പ്രിയേ, ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വന്നേ, ഇതാരാ വന്നതെന്ന് നോക്ക് എന്ന് പറഞ്ഞത് വേഗം അവർ രണ്ടുപേരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഋതികയെ കണ്ടതോടെ ശ്രീലക്ഷ്മി അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, ആഹാ ഋതികെ, നീയോ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ഋതിക ക്ഷണിച്ചതും പെട്ടെന്ന് രാധമ്മയോട് പ്രിയ ചോദിച്ചു, അമ്മ എന്താ ഇപ്പോ അകത്തേക്ക് ക്ഷണിക്കാതിരുന്നത്, ഋതിക മേഡം വന്നിട്ട് എന്ന് ചോദിച്ചതും അയ്യോ ഞാൻ അക്കാര്യം മറന്നടി, വാ മോളെ കയറുവാ മോളെ എന്ന് പറഞ്ഞ് ഋതിക മേഡം അകത്തേക്ക് വായെന്ന് പറഞ്ഞ് വേഗം രാധമ്മ ഋതികയെ അകത്തേക്ക് ക്ഷണിച്ചതും ഋതിക അകത്തേക്ക് കയറി വന്ന ആ സമയത്ത് തന്നെ അവിടുത്തെ കരണ്ടും വന്നു. ഇത് കണ്ടതോടെ രാധമ്മ പറഞ്ഞു, കണ്ടില്ലേ മോൾ ഇവിടെ വീട്ടിലേക്ക് വന്നതും കരണ്ട് വന്നത്, ഇതാണ് ഐശ്വര്യമുള്ള ഒരു വന്നാലത്തെ പ്രത്യേകത, എന്തായാലും ഇതിനെയൊക്കെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അകത്തേക്ക് വരാനായി ഋതികയെ ക്ഷണിച്ചു. ഋതിക അകത്തേക്ക് കയറി വരുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഫുഡെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടതോടെ ഋതിക ചോദിച്ചു, അയ്യോ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയായിരുന്നോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി എന്ന് പറഞ്ഞ് ഋതിക സോറി പറയുന്നത് കേട്ട് രാധമ്മ ചോദിച്ചു, അയ്യോ മോളെ ഋതിക മേഡം ഞങ്ങളോട് സോറി പറയുകയോ, അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഋതിക പറഞ്ഞു, അതെ എന്നെ ഇങ്ങനെ മേഡം എന്ന് വിളിക്കല്ലേ, എന്നെ ഋതിക എന്ന് വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞതും രാധമ്മ പറഞ്ഞു, അയ്യോ മോളെ എപ്പോഴും രാജു ഇങ്ങനെ ഋതിക മേഡം എന്ന് പറഞ്ഞ് അങ്ങനെ നാവിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞതും അല്ല രാജുവിൻ്റെ അച്ഛൻ എവിടെ എന്ന് ഋതിക അന്വേഷിച്ചു. അച്ഛൻ എവിടെയില്ല, ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറുടെ കാറുമായി അച്ഛൻ ലോങ് ട്രിപ്പ് പോയിരിക്കുകയാണെന്ന് അറിയിച്ചു. അത് കേട്ടതും ഋതിക പറഞ്ഞു, ഞാൻ ശരിക്കും സത്യത്തിൽ വന്നത് രാജുവിൻ്റെ അച്ഛനോട് കൂടി സംസാരിക്കാനാണ്, അച്ഛനോടും അമ്മയോടും മാപ്പ് ചോദിക്കാൻ, നിങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയാനായിട്ടാണ് വന്നത്. ദീപകിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ മാപ്പ് ചോദിക്കുക നിങ്ങളോട് എല്ലാവരോടും, അന്ന് വിവാഹത്തിന് വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൻ്റെയും വിഷമത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാധമ്മ പറഞ്ഞു, അയ്യോ മോളെ എന്തിനാ മോളിങ്ങനെ മാപ്പ് ചോദിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഋതികയോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് രാധമ്മ പറഞ്ഞു, അയ്യോ മോളെ ഞാൻ അറിയാതെ ഞാൻ മേഡത്തെ മോളെ എന്ന് വിളിച്ചുപോയി എന്ന് പറഞ്ഞതും ഉടനെ ഋതിക പറഞ്ഞു, അതെ ഞാനും അമ്മയുടെ മോള് തന്നെയാ, എന്നെയും ഇവരെ പോലെ തന്നെ കണ്ടാൽ മതി, എന്നെ ഇനി മേഡത്തൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞത് കാര്യമായി തന്നെയാ, ഋതികയെ എന്ന് പേര് വിളിച്ചാൽ മതി എന്ന് ഋതിക രാധമ്മയോട് അറിയിച്ചു. അത് കേട്ടതും ഉടനെ രാജുവിനോട് പറഞ്ഞു, എടാ മോനെ എന്തായാലും എത്രയും വേഗം മോളെ വീട്ടിൽ പറഞ്ഞ് വായിക്കണ്ടേ എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു, ഞാൻ വന്നത് രാജുവിനോട് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ പറയാൻ കൂടിയാ എന്നറിയിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയി സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഋതികയെയും രാജുവിനെയും അവിടെ നിന്ന് രാധമ്മ പറഞ്ഞു വിടുന്നു. രണ്ടുപേരും അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാൻ പോകുന്ന സമയത്ത് രുക്മിണി ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിനരികിലേക്ക് വന്നിരുന്നു. ഈ സമയത്ത് ഫ്യൂസ് കെട്ടിയതിന് ശേഷം വേഗം അവിടേക്ക് എത്തിയ രമ്യ തൻ്റെ കയ്യിലിരുന്ന ആ കിച്ചൻ്റെ പാത്രം വാങ്ങിക്കുന്നത് കണ്ടതോടെ രുക്മിണി ചോദിച്ചു, അല്ല നീ ഈ കറിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവാ? അത് കണ്ട ഉടനെ രമ്യ പറഞ്ഞു, അതെ അവിടെ രാജുവിൻ്റെ വീട്ടിലെ സാമ്പാറും തോരനും മാത്രമേ ഉള്ളൂ, ഇപ്പോൾ രാജുവിന് നല്ല പ്രോട്ടീനുള്ള ആഹാരം ആവശ്യമാണ്, അതുകൊണ്ട് ഇത് ഞാൻ രാജുവിൻ്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ രുക്മിണി ചോദിച്ചു, അപ്പോൾ പിന്നെ ഞാൻ എന്നെ കൂട്ടി കഴിക്കും? ഉടനെ തന്നെ രമ്യ പറഞ്ഞു, അച്ചാർ ഇരിപ്പുണ്ടല്ലോ,
അച്ചാർ കൂട്ടി അമ്മ കഴിച്ചാൽ മതി, വല്ലപ്പോഴൊക്കെ അച്ചാർ കഴിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ ഇടി ഇച്ചിരിയല്ലേ, ഇച്ചിരി കറിയോ നീ കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചതും രമ്യ പറഞ്ഞു, ഞാനൊരു ഇത്തിരി ചിക്കൻ കറിയല്ലേ എടുത്തുള്ളൂ എന്ന് ചോദിച്ചതും, ഇത്തിരിയോ, ഇവിടെയുള്ളത് മൊത്തമല്ലേ നീ എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിച്ചു. ഉടനെ രമ്യ പറഞ്ഞു, എന്തായാലും ഇത് ഇന്ന് രാജുവിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അമ്മ തൽക്കാലം ആ അച്ചാർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് രമ്യ പോകുമ്പോൾ ഉടനെ രുക്മിണിയോട് മകൻ പറഞ്ഞു, അമ്മേ സാരമില്ലമ്മേ, അവരെ ഇടയ്ക്കൊക്കെ ചിക്കനൊക്കെ കഴിക്കട്ടെ, അമ്മ അച്ചാറ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞതും, എടാ നീ നിന്റെ ആവശ്യത്തിനുള്ള കഴിച്ചില്ലേ, മര്യാദയ്ക്ക് നീ എന്റെ മുന്നിൽ നിന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് രുക്മിണി മകനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും മകൻ പ്ലേറ്റും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് രുക്മിണി ഇനി അച്ചാറെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞ് വേഗം അച്ചാറും എടുത്ത് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ലതികയും രാജുവും കൂടി അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുന്നത്. ആ കാഴ്ച കണ്ട ഉടനെ രാജുവും ലതികയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി രാജുവിനോട് ലതിക പറയുന്നു. താനിവിടേക്ക് വന്നത് ഇന്ന് ദീപക് തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ലതിക രാജുവിനോട് അറിയിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള ദീപകിന്റെ ആ വെല്ലുവിളി സൂക്ഷിക്കണമെന്നും ദീപക് ഏതെങ്കിലും വിധേന അച്ഛനരികിൽ നിന്ന് രാജുവിനെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് രാജുവിനെ അവിടുന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അച്ഛനെ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടിയാണ് അവന്റെ ശ്രമം. അതുകൊണ്ട് രാജു എന്നും എൻ്റെ അച്ഛനോടൊപ്പം ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. അച്ഛനെ എന്നും സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് രാജു മാത്രമാണ്. അതുകൊണ്ട് അവൻ ഏതെങ്കിലും വിധേന എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഒപ്പിച്ച് രാജുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ അത് സൂക്ഷിക്കണം. അതാ പറയാനായിട്ടാണ് ഞാൻ എത്തിയത്. എത്ര ഫോൺ ചെയ്തിട്ടും രാജുവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്. രാജു പറഞ്ഞു, എന്തായാലും മേഡം നന്ദിയുണ്ട്, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ എനിക്ക് നൽകാനായിട്ട്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് മേഡം ഇവിടെ എത്തിയല്ലോ. ഇനി എന്തായാലും മേഡം ഇവിടെ അധികം നേരം നിൽക്കണ്ട, വീട്ടിലെല്ലാവരും അന്വേഷിക്കും. മേഡത്തെ കണ്ടെങ്കിൽ അത് വർമ്മ സാറ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. എന്തായാലും ഉടനെ തന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും ശരി രാജു എന്ന് പറഞ്ഞ് ഋതിക വേഗം പോകാനായിട്ട് ഹാളിലേക്ക് എത്തിയതും പ്രിയയുടെ മകളെ കണ്ടതോടെ ഋതിക വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞിനോട് സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും അമ്മേ, മേഡം ഇറങ്ങുകയാണെന്ന് എന്ന് പറഞ്ഞ് രാജു ഋതികയെ പറഞ്ഞയക്കാൻ തുടങ്ങുന്നത് കണ്ടതോടെ രാധമ്മ ചോദിച്ചു, അതെന്താ മോനെ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് ഒരുങ്ങിയ സമയത്ത് അത്താഴം വിളമ്പി വെക്കുമ്പോൾ ഒരു അതിഥി കയറി വന്നാൽ അയാൾ കൂടി അത്താഴം കൊടുക്കാതിരിക്കുന്ന കൈയൊന്നും നനയ്ക്കാതെ പറഞ്ഞയക്കുന്നത് മോശമല്ലേ മോനെ എന്ന് പറഞ്ഞതും ഇത് കേട്ട പ്രിയ ചോദിച്ചു, അമ്മ എന്തൊക്കെ മണ്ടത്തരായി വിളിച്ച് പറയുന്നത്? ഇവര് സ്വർണ്ണക്കരണ്ടിയിലൊക്കെ ആഹാരം കഴിക്കുന്നവരാണ്, അല്ലാതെ സ്വർണ്ണ തെളികയിലൊക്കെ ആഹാരം കഴിക്കുന്നവരാണ്, അല്ലാതെ നമ്മളെ പോലെയൊന്നും അല്ലമ്മേ എന്ന് പറയുമ്പോൾ ഇത് കേട്ടതോടെ രാധമ്മ ആകെ വിഷമത്തിലായി. ഇവരോട് ഭക്ഷണം കഴിക്കാൻ മേഡത്തോട് ആവശ്യപ്പെട്ടത് തന്നെ മോശമായിപ്പോയി. രാജു, നീ എന്തായാലും വേഗം ഋതിക മേഡത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ നോക്ക് എന്ന് പറഞ്ഞതും ഇത് കേട്ടതോടെ രാധമ്മ ആകെ നിരാശയോടെ നിൽക്കുന്നത് കണ്ട് ഋതിക പറഞ്ഞു, രാധമ്മയ്ക്ക് ഇനി വിഷമം വേണ്ട, ഞാൻ സ്വർണ്ണ തളികയിലൊന്നും ആഹാരം കഴിക്കുന്നുള്ളതിന്റെ ടെൻഷനും വേണ്ട, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോവൂ, എന്താ രാധമ്മയുടെ സന്തോഷത്തിന് എന്ന് പറഞ്ഞതും എന്നാ എന്റെ മോള് വാ എന്ന് പറഞ്ഞു രാധമ്മ വേഗം ഭക്ഷണം കഴിക്കാനായി ഋതികയെ ക്ഷണിച്ചു. അപ്പോൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി അവിടേക്ക് ഇരുന്നു. അപ്പോഴാണ് രമ്യ ചിക്കൻ കറിയുമായിട്ട് അവിടേക്ക് എത്തിയത്. ഇതെന്താ മോളെ എന്ന് ചോദിച്ചതും രാധമ്മ ചോദിച്ചത് കേട്ട ഉടനെ തന്നെ ഇത് ചിക്കൻ കറിയാ എന്ന് രമ്യ പറയുമ്പോൾ ഇത് കേട്ടതും വളരെ സന്തോഷത്തോടെ രാജു അത് വാങ്ങിച്ചു. എന്നിട്ട് അത് തുറന്നു നോക്കി. ആഹാ, നല്ല മണം, കൊള്ളാലോ എന്ന് പറഞ്ഞ് വരുൺ ചിക്കൻ കറി രാജു വേഗം ആ ടേബിളിലേക്ക് വെച്ചു. ഋതിക മേഡം, ദാ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, വാ വേഗം ചൂടോടെ കഴിക്കാം എന്ന് പറഞ്ഞ് ഋതികയെ വിളിക്കുന്നത് കേട്ടതോടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ രാജു എത്ര സന്തോഷത്തിന് കാരണമല്ലേ എന്ന് രമ്യ മനസ്സിലാലോചിച്ചു. ഋതിക അവിടേക്ക് എത്തിയതും രമ്യയെ കണ്ടതോടെ ഋതികയ്ക്ക് പെട്ടെന്ന് അന്നുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് ഓർമ്മ വന്നു. രമ്യ അപ്പോഴേക്കും ആലോചിച്ചു, ഇവളെന്തിനെ രാത്രി രാജുവിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നല്ല രമ്യ മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രീകുട്ടി ശ്രീലക്ഷ്മി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ദാ ഇത് എൻ്റെ കൂട്ടുകാരിയാ ഋതിക, ഇത് ഞങ്ങളുടെ ഹൗസ് ഓണറുടെ മകളാ രമ്യ എന്ന് പറഞ്ഞ് ഋതികയെ രമ്യയെ പരിചയപ്പെടുത്തി. പിന്നീട് എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി തയ്യാറായി. ഈ സമയത്ത് ദീപക് വയറെറിഞ്ഞിട്ട് വയ്യാതെ വെള്ളം കുടിക്കുന്ന ആ വീഡിയോ തന്നെ മൊബൈലിൽ പകർത്തുകയായിരുന്നു. അപ്പോൾ അത് കൃത്യമായി തന്നെ ഋതികേച്ചിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഭദ്രമായി തന്നെ മൊബൈലിൽ സൂക്ഷിക്കുന്നു. ഈ സമയത്ത് ഭക്ഷണം എല്ലാവർക്കും വിളമ്പിയിട്ട് രാധമ്മ അവിടെ നിൽക്കുന്നത് കണ്ടതോടെ ഋതിക ചോദിച്ചു, അല്ല എന്താ രാധമ്മ ഇരിക്കാത്തത്, ഞങ്ങളോടുകൂടി ഇരിക്കാത്ത എന്താ എന്ന് ചോദിച്ചതും രാധമ്മ പറഞ്ഞു, അല്ല നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് രാധമ്മ മറുപടി നൽകുമ്പോൾ അത് കേട്ട രാജുവിന് അപ്പോൾ കാര്യം മനസ്സിലായി. അമ്മയ്ക്ക് കൂടി കഴിക്കാനുള്ള ചോറുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ രാജു അത് ഓർത്തങ്ങനെ ഇരിക്കുമ്പോൾ രാജുവിനോട് രാധമ്മ പറഞ്ഞു, മോനെ നീ കൂടി കഴിക്ക്. പെട്ടെന്ന് രാജു പറഞ്ഞു, എന്നാലേ എൻ്റെ രാധമ്മയ്ക്ക് ഇന്ന് എൻ്റെ വക ഒരു ഉരുള ചോറ് എന്ന് പറഞ്ഞ്
വേഗം തന്നെ രാജു രാധമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോഴേക്കും ശ്രീലക്ഷ്മി പറഞ്ഞു, എന്നാൽ അതിനേക്കാളേറെ സ്നേഹത്തോടെ ഈ ശ്രീലക്ഷ്മിയുടെ വക ഒരു ഉരുളച്ചോറ് എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മിയും ഭക്ഷണം കൂട്ടി. അങ്ങനെ രണ്ടുപേരും മാറി മാറി ഭക്ഷണം കൊടുക്കുകയും അത് കണ്ട് പ്രിയ തന്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടതോടെ ഋതിക പലതും ആലോചിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും വീണ്ടും രാജുവും ശ്രീലക്ഷ്മിയും സ്നേഹത്തോടെ രാധമ്മയ്ക്ക് ഭക്ഷണം കൂട്ടുന്നു. അതപ്പോഴേക്കും രാധമ്മ പറഞ്ഞു, ഈ മതി നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ രാധമ്മയുടെ മുഖത്തേക്ക് തന്നെ ഋതിക ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടതോടെ ഋതികയോട് രാധമ്മ ചോദിച്ചു, എന്തു പറ്റി മോളെന്നിങ്ങനെ ആലോചിക്കുന്നത്? അപ്പോഴേക്കും ഋതിക പറഞ്ഞു, അതെ, സമ്പന്നതയ്ക്ക് നടുവിൽ ജീവിച്ചാലും അതൊന്നുമല്ല സമ്പന്നത എന്നതാണ് സത്യം. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എത്ര വലിയ സമ്പന്നരാണെങ്കിലും എത്ര വലിയ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഇല്ലാത്ത ഒന്ന് ഇവിടെയുണ്ട്, സ്നേഹവും പരസ്പര സ്നേഹവും ആത്മാർത്ഥതയും. ആ എൻ്റെ വീട്ടിൽ ആ സമ്പന്നതയ്ക്ക് നടുവിൽ ജീവിക്കുന്ന എനിക്ക് ഇല്ലാത്തതും ആ വീട്ടിലുള്ള കുറവും എന്താണെന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയെന്ന് ഋതിക അറിയിച്ചു. അതെല്ലാം കേട്ടതോടെ എല്ലാവർക്കും ആകെ വിഷമായി. അപ്പോഴേക്കും രാധമ്മ വേഗം രമ്യയെ കണ്ടിട്ട് അരികിലേക്ക് വന്ന് ചോദിച്ചു, അയ്യോ മോളെ, ഞാൻ അക്കാര്യം മറന്നു, മോള് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് എന്ന് രമ്യ ചോദിച്ചതും ഉടൻ തന്നെ രമ്യയോടുള്ള രാധമ്മയുടെ ചോദ്യം കേട്ട് രമ്യ മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, ഞാൻ കഴിച്ചിട്ടാ വന്നത് എന്ന് രമ്യ മറുപടി നൽകി. അപ്പോഴേക്കും രമ്യയോട് രാധമ്മ പറഞ്ഞു, അയ്യോ മോളെ, ഒരു ഉപകാരം ചെയ്യാവോ? എൻ്റെ പൊന്നു മോളല്ലേ, ഞാനേ വെള്ളം എടുക്കാൻ മറന്നുപോയി, ഒന്ന് വെള്ളം എടുത്തിട്ട് വരുവോ കിച്ചണിൽ നിന്ന് എന്ന് ചോദിച്ച് എടുത്തുകൊണ്ട് വരാനായി രാധമ്മ രമ്യയോട് ആവശ്യപ്പെട്ടു. ശരിയെന്ന് പറഞ്ഞ് രമ്യ കിച്ചണിലേക്ക് പോകുമ്പോൾ ഋതിക ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിൽക്കുകയും എല്ലാവരും വെള്ളം കൊടുക്കാനായിട്ട് ഋതികയ്ക്ക് വെള്ളം കൊടുക്കാൻ തയ്യാറായി. അപ്പോഴേക്കും വേഗം വെള്ളമെടുത്ത് രാധമ്മ വളരെ സ്നേഹത്തോടെ ഋതികയ്ക്ക് വെള്ളം കൊടുക്കുകയും പതുക്കെ തലയിൽ തടവി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. രാധമ്മയുടെ ആ സ്നേഹവും തന്നോടുള്ള കരുതലും എല്ലാം കണ്ട് ഋതിക മനസ്സ് നിറഞ്ഞ് രാധമ്മയുടെയും മക്കളുടെയും ആ പരസ്പര സ്നേഹത്തെ കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവരെ തന്നെ നോക്കുന്നു.